ഇന്ത്യൻ ഓർത്തഡോക്സ് സഭാ മീഡിയ വിങ്ങിൻ്റെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സെപ്റ്റംബർ 1 മുതൽ 8 വരെ ദിവസങ്ങളിലായി വിശുദ്ധ ദൈവമാതാവിൻ്റെ ജനന പെരുന്നാൾ ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായി മലങ്കര സഭയുടെ ദേവാലയങ്ങളിൽ 8 നോമ്പ് ആചരണവും വിശുദ്ധ കുർബാനയും ധ്യാനവും നടത്തപ്പെട്ടു. സെപ്റ്റംബർ 7-8 തീയതികളിൽ വിശുദ്ധ ദൈവമാതാവിൻ്റെ ജനന പെരുന്നാൾ മലങ്കര സഭ മുഴുവനായി 8 ദിവസത്തെ നോമ്പ് അനുഷ്ഠാനത്തോടുകൂടി ഭക്തിപുരസരം കൊണ്ടാടി. പരിശുദ്ധ സഭയിൽ ദൈവമാതാവിനുള്ള സ്ഥാനം ഉന്നതമാണ് എന്ന് ആരാഴിപ്പള്ളിയിൽ വെച്ച് പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി പറഞ്ഞു. പെരുന്നാളിനോട് അനുബന്ധിച്ച് സന്ധ്യാനമസ്കാരത്തെ തുടർന്ന് ധ്യാനയോഗങ്ങൾ, ഭക്തിനിർഭരമായ റാസയും ശ്ലൈഹിക വാഴ്വും നേർച്ചയും നടത്തപ്പെട്ടു. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് പരിശുദ്ധ കാതോലിക്ക ബാവായും സഭയിലെ അഭിവന്യ പിതാക്കന്മാരും സഹകാർമ്മികത്വം വഹിച്ചു. പരിശുദ്ധ ദൈവമാതാവിനോടുള്ള മധ്യസ്ഥത നമുക്ക് കാവലും കോട്ടയുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മെൽസോ ബൈബിൾ പ്രദർശനം നടത്തപ്പെട്ടു. സെപ്റ്റംബർ 7 ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ വൈകിട്ട് 6 മണി വരെ പാമ്പാടി ദേറായിൽ വെച്ച് വിശ്വാസികൾക്ക് 300-ൽ പരം ബൈബിളുകൾ നേരിൽ കാണുവാനുള്ള അവസരമാണ് ഇതുവഴി ഒരുങ്ങിയത്. സേവന തൽപരരായ യുവത നാടിന് അഭിമാനം. കേരള ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. ഏത് സാഹചര്യമാണെങ്കിലും നാടിൻ്റെയും പൊതുജനങ്ങളുടെയും ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അതിനനുസരിച്ച് പ്രവർത്തിക്കുവാൻ തയ്യാറാകുന്ന യുവജനങ്ങളാണ് നമ്മുടെ സമൂഹത്തിന് ആവശ്യമെന്ന് ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം അതിന് മാതൃകയാണെന്നും ഡെപ്യൂട്ടി സ്പീക്കർ അഭിപ്രായപ്പെട്ടു. കലയപുരം ആശ്രയ സങ്കേതത്തിൽ വെച്ച് നടന്ന അഖില മലങ്കര യുവജന പ്രസ്ഥാനത്തിൻ്റെ കേന്ദ്രതല യുവജനവാര സമാപനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊട്ടാരക്കര പുനലൂർ ഭദ്രാസന മെത്രാപ്പൊലിത്ത അഭിവന്യ ഡോക്ടർ യൂഹാനോൻ മാർ തേവോദോറസ് മെത്രാപ്പൊലിത്ത അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ മുഖ്യ അതിഥിയായിരുന്നു. ചടങ്ങിൽ ആശ്രയ സങ്കേതത്തിൻ്റെ പ്രധാന ചുമതലക്കാരനും ജീവകാരുണ്യ പ്രവർത്തകനുമായ ശ്രീ കലയപുരം ജോസിന് ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിൻ്റെ സ്നേഹാദരവുകൾ സമർപ്പിക്കുകയുണ്ടായി. കേന്ദ്ര വൈസ് പ്രസിഡന്റ് ഫാദർ ജെയിൻ സി മാത്യു, കേന്ദ്ര ജനറൽ സെക്രട്ടറി ഫാദർ വിജു ഏലിയാസ്, ട്രഷറർ രഞ്ജു എം ജോയി, ഭദ്രാസന സെക്രട്ടറി ഫാദർ ജോൺസൺ മുളമൂട്ടിൽ, ഫാദർ കെ തോമസ്, ഫാദർ ആശിഷ് ജെയിംസ്, ഫാദർ കോഷി ജോൺ, റീജൻ യോഹന്നാൻ, ജെയ്സൺ ജേക്കബ്, ജിജോ മോൻ എന്നിവർ സംസാരിച്ചു. സെപ്റ്റംബർ 8 77-ാം ജന്മദിനം ആഘോഷിച്ച മലങ്കര മാർത്തോമാ സഭയുടെ അഭിവന്യ ജോസഫ് മാർ ബർണബാസ് സഫർഗൻ മെത്രാപ്പൊലിത്തയ്ക്ക് പരിശുദ്ധ കാതോലിക്ക ബാവയ്ക്ക് വേണ്ടി മലങ്കര അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്രീ ബിജു ഉമ്മൻ ആശംസകൾ നേർന്നു. തുമ്പമൺ ഭദ്രാസന സെക്രട്ടറി ഫാദർ ജോൺസൺ കല്ലിട്ടതിൽ, കോർ എപ്പിസ്കോപ്പ, സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ ഫാദർ എബ്രഹാം ഷമുവേൽ, അഡ്വക്കേറ്റ് അനിൽ വർഗീസ്, സ്വാമി ഗുരുരത്നം ജ്ഞാന തപസ്വി, ജോർജ് സെബാസ്റ്റ്യൻ എന്നിവർ സന്നിഹിതരായിരുന്നു. നടൻ മമ്മൂട്ടിക്ക് ജന്മദിനത്തിൽ ആശംസ നേർന്ന് പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി. പ്രിയപ്പെട്ട മമ്മൂട്ടിക്കുള്ള ഒരു ദിനം വൈകിയ ആശംസയാണിത്. ഇന്നലെ മുഴുവൻ ആശംസകളുടെ മഴയായിരുന്നുവല്ലോ. ഇന്ന് മരം പെയ്യട്ടെ. ലോകമറിയാനായി ഇനി പറയുന്ന കഥയാണ് അദ്ദേഹത്തിനായുള്ള ആശംസാവാചകങ്ങൾ. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ കണ്ടനാട് വെസ്റ്റ് ഭദ്രാസനത്തിന് കീഴിലുള്ള അനേകം ജീവകാരുണ്യ പ്രസ്ഥാനങ്ങളിലൊന്നാണ് പ്രിയ പ്രതിഭ എന്ന പേരിലുള്ള കറി പൗഡർ നിർമ്മാണം. കച്ചവടമല്ല ലക്ഷ്യം. ഒരുപാട് പേരുടെ വിശപ്പ് മാറ്റാനും വേദനിക്കുന്നവർക്ക് സൗഖ്യം നൽകാനുമുള്ള ദൗത്യം. വിവിധ ശാരീരിക വൈകല്യങ്ങളാൽ മറ്റു ജോലികളൊന്നും ചെയ്യാൻ സാധിക്കാതെ സഭയ്ക്ക് കീഴിൽ പുനരധിവസിക്കപ്പെട്ടവരെ പരിശീലിപ്പിച്ചാണ് കറി പൗഡർ നിർമ്മാണത്തിന് സജ്ജമാക്കിയത്. അവരുടെ പുനരുത്ഥാനം കൂടിയായി മാറിയ പ്രസ്ഥാനമാണത്. 2002-ൽ ചെറിയ തോതിലായിരുന്നു തുടക്കം. വിൽപ്പനയിൽ നിന്നുള്ള വരുമാനം ഒരു നേരത്തെ ആഹാരത്തിന് ബുദ്ധിമുട്ടുന്നവർക്ക് മുതൽ ക്യാൻസർ രോഗികൾക്ക് വരെയായി മാറ്റിവെക്കപ്പെട്ടു. കർഷകരിൽ നിന്ന് നേരിട്ട് സമാഹരിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് കറി പൗഡർ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്നത്. അങ്ങനെയായത് അവർക്കും ഒരു തുണയായിരുന്നു. പക്ഷേ ലോകത്തെ മുഴുവൻ നിശ്ചലമാക്കിയ കോവിഡ് മഹാമാരി വന്നതോടെ ഈ സംരംഭം പ്രതിസന്ധിയിലായി. പക്ഷേ അപ്പോൾ ദൈവദൂതനെ പോലെ ഒരാൾ അവതരിച്ചു. അത് മമ്മൂട്ടിയായിരുന്നു. കോട്ടയത്ത് ക്യാൻസർ രോഗികൾക്ക് വേണ്ടി നടത്തിയ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ അദ്ദേഹത്തോട് പ്രിയ പ്രതിഭയെക്കുറിച്ച് പറഞ്ഞു. നിറഞ്ഞ മനസ്സോടെ മമ്മൂട്ടി അതിന് കൂട്ടുവന്നു. അദ്ദേഹത്തിന് വെച്ചുള്ള പരസ്യങ്ങൾക്കായി കോടികൾ ചെലവിടാൻ വലിയ കമ്പനികൾ തയ്യാറായി നിൽക്കെ ₹1 പോലും പ്രതിഫലം വാങ്ങാതെയുള്ള പ്രചരണ ദൗത്യം. മമ്മൂട്ടിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രിയ പ്രതിഭയെക്കുറിച്ചുള്ള വാർത്ത ലോകമറിഞ്ഞു. തളർച്ച മാറിയ ആ പ്രസ്ഥാനം വീണ്ടും തളിർത്തു. ഇന്ന് നാടെങ്ങും അതിൻ്റെ രുചി നിറയുമ്പോൾ കുറേയേറെ ജീവിതങ്ങൾ ചിരിക്കുന്നു, കുറേയേറെ വയറുകൾ നിറയുന്നു.
അവൻ താണവരെ ഉയർത്തുന്നു, ദുഃഖിക്കുന്നവരെ രക്ഷയിലേക്ക് കയറ്റുന്നുവെന്ന ബൈബിൾ വചനമാണ് ഈ വേളയിൽ ഓർമ്മിക്കുന്നത്. എളിയവൻ്റെ പ്രത്യാശയാകുന്നു എന്നതുകൂടിയാണ് മമ്മൂട്ടിയെ ലോകത്തിന് പ്രിയപ്പെട്ടവനാക്കുന്നത്. മലയാളത്തിൻ്റെ മഹാനടന് പ്രാർത്ഥനാപൂർവം ജന്മദിന ആശംസകൾ. ദൈവകൃപ എപ്പോഴും ജീവിതത്തിൽ നിറയട്ടെ എന്ന് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ ആശംസ നേർന്നു. യാക്കോബായ വിഭാഗത്തിൽ കൂടി വന്നിരുന്ന വന്യനായ സഖറിയ മാരാംകണ്ടത്തിൽ അച്ഛൻ്റെ ഓർമ്മദിനത്തിൽ കണ്ടനാട് ഈസ്റ്റ് ഭദ്രാസനത്തിലെ മാറിക സെൻറ് തോമസ് ഓർത്തഡോക്സ് പള്ളിയിൽ വിശുദ്ധ കുർബാനയും തുടർന്ന് കല്ലറയിൽ ധൂപപ്രാർത്ഥനയും മലങ്കര സഭയുടെ വൈദികരുടെ കാർമ്മികത്വത്തിൽ അർപ്പിച്ചു. സമ്പത്ത് ദൈവത്തിൻ്റെ ദാനമാണെന്ന് ചിന്തയുണ്ടാകണം. അഭിവന്യ ഡോക്ടർ ഗീവർഗീസ് മാർ തെയോഫിലോസ് മെത്രാപ്പൊലീത്ത. സമൂഹത്തിലെ ദുരിതമനുഭവിക്കുന്നവരുടെ കണ്ണീരൊപ്പാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ജീവിതം അർത്ഥശൂന്യമാണെന്ന് ഓർത്തഡോക്സ് സഭ അഹമ്മദാബാദ് ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ തെയോഫിലോസ് മെത്രാപ്പൊലീത്ത. സമ്പത്ത് ദൈവത്തിൻ്റെ ദാനമാണെന്ന് ചിന്തയുണ്ടാകണം. പാവപ്പെട്ടവരെ സഹായിക്കുവാനും അവർക്ക് കൈത്താങ്ങാകുവാനും നമ്മുടെ ജീവിതം കൊണ്ട് സാധിക്കണം. ദൈവികമായ പ്രകാശം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അതിന് സാധിക്കുകയുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു. മറ്റുള്ളവരെ നാം സഹായിക്കുമ്പോൾ നമുക്ക് ആത്മീയമായ ഊർജം ലഭിക്കും. ഷാർജയിലെ ഓർത്തഡോക്സ് വിശ്വാസികളുടെ കൂട്ടായ്മയായ സ്രോതസ്സിൻ്റെ വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ അസോസിയേഷൻ ഹാളിൽ നടന്ന ചടങ്ങിൽ സ്രോതസ് പ്രസിഡന്റ് ഡേവിഡ് വർഗീസ് അധ്യക്ഷത വഹിച്ചു. വജ്ര ജൂബിലി ലോഗോ മലങ്കര ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ ഓൺലൈനായി പ്രകാശനം ചെയ്തു. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ശ്രീ പ്രകാശ് മുഖ്യ സന്ദേശം നൽകി. സ്രോതസ് ജനറൽ സെക്രട്ടറി സുനിൽ മാത്യു, ട്രഷറർ മനോജ് മാത്യു, ജനറൽ കൺവീനർ ഫിലിപ്പോസ് പുതുക്കുളങ്ങര, സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗം ജോൺ മത്തായി, ഇന്ത്യൻ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് പ്രദീപ് നന്മാറ, ട്രഷറർ ഷാജി ജോൺ, ജോയിൻറ്റ് ട്രഷറർ റജി പി കെ, വർഗീസ് ജോർജ്, സാമുവൽ മാത്തുണ്ണി, പി എം ജോസ്, മോഹൻ ജോർജ് എന്നിവർ പ്രസംഗിച്ചു. ഹൗസിംഗ് പ്രോജക്റ്റുകൾ, വിദ്യാഭ്യാസ സഹായം, വൈദ്യസഹായം, സമൂഹ വിവാഹം ഉൾപ്പെടെ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സ്രോതസ് നടത്തിയിട്ടുണ്ട്. ഒരു വർഷം നീണ്ടുനിൽക്കുന്ന സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി 25 ജീവകാരുണ്യ പദ്ധതികൾ നടപ്പിലാക്കും. സെപ്റ്റംബർ 9 ചൊവ്വാഴ്ച നടന്ന ഉത്രട്ടാതി ജലമേളയിൽ സമയത്തിന് കിട്ടിയ ട്രോഫിയുമായി ആറാട്ടുപുഴ പള്ളിയോട കരക്കാർ ആറാട്ടുപുഴ സെൻറ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിൽ എത്തിച്ചേർന്ന് പ്രാർത്ഥന നടത്തി. നിയുക്ത ഉപരാഷ്ട്രപതി ബഹുമാന്യനായ ശ്രീ CP രാധാകൃഷ്ണന് മലങ്കര സഭയുടെ ആശംസകൾ നേർന്ന് പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ സമൂഹത്തിൽ നടത്തുന്ന ക്രിയാത്മക ഇടപെടലുകളെ എക്കാലത്തും പ്രോത്സാഹിപ്പിച്ചിരുന്ന പ്രിയ സുഹൃത്താണ് നിയുക്ത ഉപരാഷ്ട്രപതി ബഹുമാനപ്പെട്ട ശ്രീ CP രാധാകൃഷ്ണൻ. ജാതിമത ഭേദമന്യേ സഭ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളെക്കുറിച്ച് മലയാളികളായ ഗവർണർമാരിൽ നിന്നും അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. സഹോദരൻ ജീവകാരുണ്യ പദ്ധതിയുടെ 3ാം വാർഷികത്തിൽ ഗവർണർ ശ്രീ CV ആനന്ദബോസിനോടൊപ്പം പങ്കെടുക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചെങ്കിലും പൂർത്തീകരിക്കപ്പെട്ടില്ല. പിന്നീട് കേരളത്തിലെത്തിയ ഉടൻ സഭാ ആസ്ഥാനം സന്ദർശിക്കാൻ അദ്ദേഹം സമയം കണ്ടെത്തി എന്നത് ആ സ്നേഹബന്ധത്തിൻ്റെ അടയാളമായി. ഔപചാരികതകൾ മാറ്റിവെച്ച് ഔദ്യോഗികമായി നിശ്ചയിക്കപ്പെട്ടതിലും അരമണിക്കൂറിലധികം ദേവലോകത്ത് ചെലവഴിച്ച ശ്രീ രാധാകൃഷ്ണൻ സഭയെ കൂടുതൽ അറിയുകയായിരുന്നു. സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്നവരെ കൈപിടിച്ച് ഉയർത്തുകയെന്നത് ജീവിതധർമ്മമാണെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. മഹാരാഷ്ട്രയിൽ വികസനത്തിൽ പിന്നോക്കം നിൽക്കുന്ന ഗ്രാമങ്ങളെ മാതൃകാ ഗ്രാമങ്ങളാക്കി വികസിപ്പിക്കാനുള്ള പദ്ധതി വിഭാവനം ചെയ്യുന്നതിനെക്കുറിച്ചും ഗവർണർ എന്ന നിലയിൽ സൂചിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ദിനമായ മെയ് 4 കൂടിക്കാഴ്ച. തുടർന്ന് ലഹരി വിപത്തിനെതിരെ ജൂൺ 14 സഭ സംഘടിപ്പിച്ച ഡ്രഗ്സിറ്റ് കോൺക്ലേവിൽ മുഖ്യ അതിഥിയായി അദ്ദേഹം എത്തി. ഏവരെയും സൗമ്യതയോടെ ചേർത്ത് നിർത്തുന്ന ശ്രീ CP രാധാകൃഷ്ണന് പുതിയ ഉത്തരവാദിത്വവും ഭംഗിയായി നിറവേറ്റാൻ കഴിയട്ടെയെന്ന് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ ആശംസിച്ചു. കിഴുമുറി വലിയ പള്ളിയിൽ വിവിധ കാലഘട്ടങ്ങളിൽ വിശ്വാസികൾ കിഴുമുറി പുണ്യാളച്ചന് വഴിപാടായി സമർപ്പിച്ചതും പള്ളിയുടെ പുരാതനമായ മേമ്പൂട്ടിൽ തലമുറകളാൽ സൂക്ഷിച്ച് പോരുന്നതുമായ നാണ്യശേഖരം ബഹുമാനപ്പെട്ട സ്കറിയ P ചാക്കോ പുളിക്കശ്ശേരിയിൽ വല്യച്ഛൻ്റെ നേതൃത്വത്തിൽ തരംതിരിച്ച് തിട്ടപ്പെടുത്തി. ഓട്ടക്കാലണ, നയാ പൈസ, കാശ് തുടങ്ങിയ
ആധുനിക കാലഘട്ടത്തിന് അന്യമായ നിരവധി നാണയങ്ങളും വിവിധ വർഷങ്ങളിൽ പുറത്തിറക്കിയ വിവിധ രൂപത്തിലുള്ള 1, 2, 3, 5, 10, 20 പൈസകളുടെ നാണയങ്ങളും നാണ്യശേഖരത്തിൽ ഉണ്ടായിരുന്നു. ഉക്രൈൻ, ബെൽജിയം, ജപ്പാൻ, ചൈന, ഫ്രാൻസ്, ഇസ്രായേൽ ഉൾപ്പെടെയുള്ള 30 വിദേശ രാജ്യങ്ങളിലെ നാണയങ്ങൾ ഉൾപ്പെടെ ഈ നാണ്യശേഖരം പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നതിനായി ദേവാലയത്തിൽ ദിനംപ്രതി വരുന്ന വിശ്വാസികൾക്ക് കാണുവാൻ തക്കവിധം പ്രദർശിപ്പിക്കുവാനാണ് പള്ളിയുടെ പൊതുയോഗ തീരുമാനം. അതിനായുള്ള പ്രവർത്തനം നടന്നുവരുന്നു. ഓസ്ട്രേലിയ മെൽബൺ വിക്ടോറിയയിലെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട ജസിൻഡ് അലൻ, ബഹുമാനപ്പെട്ട ഇൻ്റഗ്രേറ്റ് സ്റ്റിറ്റ് MP, മൾട്ടി കൾച്ചറൽ കാര്യങ്ങളുടെ മന്ത്രി VMC ചെയർപേഴ്സൺ വിവിയൻ NGON AMM എന്നിവരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മൾട്ടി കൾച്ചറൽ ഗാല ഡിന്നറിൽ മലങ്കര ഓർത്തഡോക്സ് സിറിയൻ സഭയെ പ്രതിനിധീകരിച്ച് മെൽബണിൽ സെൻറ്റ് ഗ്രിഗോറിയോസ് ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ച് വികാരി റവറൻ ഫാദർ ലിനു ലൂക്കോസ്, ട്രസ്റ്റി ശ്രീ ലാജി ജോർജ്, സെക്രട്ടറി ശ്രീ ജിബിൻ മാത്യു എന്നിവർ പങ്കെടുത്തു. 190-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള വൈവിധ്യമാർന്ന സംസ്കാരങ്ങളുള്ള 1500-ലധികം പ്രതിനിധികൾ പരിപാടിയിൽ സംബന്ധിച്ചു. മസ്കറ്റിൽ നടന്ന സ്നേഹ സദസ്സിൽ മലങ്കര സഭാ പ്രതിനിധികൾ പങ്കെടുത്തു. കേരളത്തിനകത്തും പുറത്തും ജനശ്രദ്ധ പിടിച്ചുപറ്റിയ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ സ്നേഹ സദസ്സ് മസ്കറ്റിൽ നടന്നു. മസ്കറ്റിലെ ഹോർമസ് ഗ്രാൻഡ് ഹോട്ടലിൽ വെച്ച് നടന്ന സൗഹൃദ സംഗമത്തിൽ ഓർത്തഡോക്സ് സഭയെ പ്രതിനിധീകരിച്ച് മസ്കറ്റിൽ നിന്ന് മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് മഹാ ഇടവക വികാരി റവറൻ ഫാദർ തോമസ് ജോസ്, ഇടവക ട്രസ്റ്റി ശ്രീ ജോൺ P. ലൂക്ക്, കോ ട്രസ്റ്റി ശ്രീ അജു തോമസ് എന്നിവർ പങ്കെടുത്തു. ഡോക്ടർ P. മുഹമ്മദ് അലി ഗൾഫാർ അധ്യക്ഷപദം അലങ്കരിച്ച സമ്മേളനത്തിൽ സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ജിഫ്രി മുത്തുക്കോയ തങ്ങൾ എന്നിവർ മുഖ്യ അതിഥികളായിരുന്നു. വിവിധ സാമുദായിക സാംസ്കാരിക നേതാക്കൾ സംഗമത്തിൽ പങ്കെടുത്തു. സൗഹൃദ സംഗമങ്ങൾ ജനങ്ങൾക്കിടയിലുള്ള അകലവും വിള്ളലുകളും അകറ്റാനുള്ള ഏക മാർഗമാണെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. സമ്മേളനത്തിന് അനന്തരം സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി നടത്തിയ സംഭാഷണത്തിൽ മലങ്കര ഓർത്തഡോക്സ് സഭയിലെ പിതാക്കന്മാരുമായി അദ്ദേഹം പുലർത്തുന്ന സാഹോദര്യ ബന്ധത്തെപ്പറ്റിയും സഭയുടെ മസ്കറ്റ് ഇടവകയുടെയും മാതൃകാപരമായ പ്രവർത്തനങ്ങളെപ്പറ്റിയും സംസാരിക്കുകയുണ്ടായി. ഇത്തരം സംഗമവേദികൾ ഇനിയും സംഘടിപ്പിക്കപ്പെടണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വിശിഷ്ടാതിഥികൾക്ക് സഭയുടെയും ഇടവകയുടെയും പേരിൽ സ്നേഹോപഹാരം സമർപ്പിച്ചു. പ്രബുദ്ധതയുള്ള ഒരു യുവതലമുറ വളർന്നു വരണം. ഡോക്ടർ തോമസ് മാർ താനോസിയോസ്. പ്രബുദ്ധതയുള്ള ഒരു യുവതലമുറ വളർന്നു വരണമെന്ന് മലങ്കര ഓർത്തഡോക്സ് സഭ കണ്ടനാട് ഈസ്റ്റ് ഭദ്രാസനാധിപൻ ഡോക്ടർ തോമസ് മാർ താനോസിയോസ് മെത്രാപ്പോലീത്ത യുവാക്കൾ പ്രാർത്ഥനയിൽ താൽപ്പര്യമുള്ളവരായിരിക്കണമെന്നും തിരുമേനി ഓർമ്മിപ്പിച്ചു. ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം നിരണം ഭദ്രാസന യുവജനവാര സമാപന സമ്മേളനം നിരണം വലിയ പള്ളിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യുവജനവാരത്തിന്റെ ഭാഗമായി 8ഓളം ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങൾക്കാണ് ഭദ്രാസന യുവജന പ്രസ്ഥാനം നേതൃത്വം നൽകിയത്. സമ്മേളനത്തിൽ ഇടവക വികാരി ഫാദർ ഷിബു തോമസ്, ഭദ്രാസന വൈസ് പ്രസിഡന്റ് ഫാദർ ബിബിൻ മാത്യു, ഇടവക സഹവികാരി ഫാദർ ജിതിൻ അലക്സ്, ജനറൽ സെക്രട്ടറി റിനോജ് ജോർജ്, ജോയിന്റ് സെക്രട്ടറി ജോജി ജോർജ്, ട്രഷറർ രോഹിത് ജോൺ, കേന്ദ്ര കമ്മിറ്റി അംഗം അശ്വിൻ വടക്കേടത്ത്, ചെറിയാൻ മണലേൽ, ജോബിൻ മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇതോടെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.